കല്യാണത്തിനും റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്കൊരു ചിക്കൻ കടായി ഉണ്ടാക്കിയാലോ. നന്നായി ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കിയ ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, നാരങ്ങയുടെ നീര്, കുറച്ച് കറിവേപ്പില, കോൺഫ്ലോർ, വേണമെങ്കിൽ കുറച്ച് ഫുഡ് കളറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 2 എത്ര മണിക്കൂർ വേണമെങ്കിലും വെക്കാം. പിന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി വീണ്ടും ഒരു പാത്രം ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അല്പം തേങ്ങാക്കൊത്തും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് അല്പം സവാളയും കൂടെ ചേർത്തിട്ട് സവാള നന്നായി വഴന്നു വരുന്ന സമയത്ത് കുറച്ച് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായി വഴന്നു വന്ന സവാളയിലേക്ക് അല്പം തക്കാളിയും ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കൂടെ ചേർത്തിട്ട് മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് അല്പം സോയാ സോസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് മസാലയൊക്കെ ചിക്കനിൽ നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി തുറക്കുമ്പോഴേക്കും മസാലയൊക്കെ ചിക്കനിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവും. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലയും കൂടെ ഇതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ കടായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഞാനിവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആൻഡ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.